ഇറാന് $300 ബില്യൺ കൂടി കിട്ടും. എന്ന് വെച്ചാൽ 25 ലക്ഷം കോടി രൂപ. അന്തിമ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറാന്റെ പരമാധികാരത്തിൽ അമേരിക്ക ഇടപെടുകയുമില്ല. ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ വന്നവർ ഇറാന് പണവും അംഗീകാരവും നൽകുന്ന അഭിമാനകരമായ കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ട്രംപ് എന്ന കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ നാക്കിന് പൂട്ടിട്ട് ഇങ്ങനെ വരുതിയിലാക്കാൻ മനഃശാസ്ത്രജ്ഞരുടെ സഹായവും ഇറാൻ തേടിയെന്ന കൗതുകകരമായ വിവരങ്ങളും പുറത്തുവരികയാണ്. സ്വകാര്യ നിക്ഷേപമായാണ് ഈ പടുകൂറ്റൻ ഫണ്ട് ഇറാനിലേക്ക് എത്തുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യുദ്ധക്കെടുതികൾക്കുള്ള നഷ്ടപരിഹാര തുക തന്നെയാണ് ഇത്. മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന $24 ബില്യൺ പുറമെയാണ് ഈ ഒരു വലിയ തുക കൂടി ഇറാനിലേക്ക് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെ ഇറാൻ ചോദിച്ചതെല്ലാം ട്രംപ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ കൊടുക്കാൻ ട്രംപ് നിർബന്ധിതരായി എന്നും വിലയിരുത്താം. എങ്ങനെയെങ്കിലും ഹോർമൂസ് തുറക്കാൻ, യുദ്ധം നിർത്തി ഊരിപ്പോകാൻ ഇറാന്റെ എല്ലാ ഡിമാൻഡുകളും പല രൂപങ്ങളിൽ അംഗീകരിക്കുകയാണ് ട്രംപ് എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണണം. എന്തായാലും $300 ബില്യൺ കാര്യം നാണക്കേട് കരുതി ട്രംപ് നിഷേധിക്കുമ്പോഴും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ നേട്ടമായി അന്തിമ കരാർ മാറും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. യുദ്ധത്തിന് മുന്നേ ഉള്ളതിനേക്കാൾ ഇറാൻ ശക്തിയാർജിക്കും. ഇത് തന്നെയാണ് നെതന്യാഹുവിന്റെ കലിപ്പിനുള്ള പ്രധാന കാരണവും.